പ്രണയസഖി ഭാഗം 3. പൂജ പൂജ ആരോ വിളിക്കുന്ന പോലെ തോന്നിയാണ് പൂജ കണ്ണു തുറന്നത്. പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ ഞെട്ടലോടെ ബെഡിലേക്ക് എണീറ്റിരുന്നു. അയ്യോ അമ്മേ, ഞാൻ ഉറങ്ങിപ്പോയി. അത് സാരമില്ല മോളെ, ഇന്ന് രാവിലെ തൊട്ടുള്ള നിൽപ്പല്ലേ, തളർന്ന് തൂങ്ങിയില്ലേ ഇങ്ങോട്ട് കയറി വന്നത് പോലും. ഗൗതം പറഞ്ഞിരുന്നു മോള് കിടക്കുവാണെന്ന്. അവളൊന്ന് മൂളി. മോള് പോയി മുഖമൊക്കെ കഴുകി വാ. കഴിക്കണ്ടേ? സമയം ഒത്തിരി ആയോ അമ്മേ? 9 കഴിഞ്ഞു മോളെ. കുറച്ച് പേരൊക്കെ വീട്ടിലേക്ക് പോയി, പിന്നെ ഉള്ളവരൊക്കെ കഴിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചിരിപ്പുണ്ട് താഴെ. ഒരു പാല് കാടും കൂടി കണ്ടതല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ മിണ്ടിയും പറഞ്ഞുമൊക്കെ. ആശ പറയുന്നത് കേട്ട് പൂജ ചെറുതായി ചിരിച്ചു. ഗൗതം താഴെയുണ്ട്, മോൾ എണീറ്റ് പോയി മുഖമൊക്കെ കഴുകി വാ, ഞാൻ നിൽക്കാം. പൂജ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. അവൾ പെട്ടെന്ന് ബെഡിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് വന്ന ബാഗിൽ നിന്ന് ഇട്ടുമാറാനോട് ഡ്രസ്സും കൂടിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവൾ പോകുന്നതും നോക്കി ആശ ബെഡിൽ തന്നെ ഇരുന്നു. കണ്ടിട്ട് ആളൊരു പാവമാണെന്ന് തോന്നുന്നു. പെണ്ണ് കാണാൻ അവൻ്റെ കൂടെ പോയപ്പോൾ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. പിന്നെ നിശ്ചയത്തിന് നേരിട്ട് കണ്ടൊന്നും സംസാരിക്കാൻ പറ്റിയ സാഹചര്യമൊന്നും ആയിരുന്നില്ല. ആളും തിരക്കും. എന്തായാലും നല്ലൊരു കൊച്ചാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആശ അങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് വേറെ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നത്. മനസ്സിലൊരു കരടായി കിടക്കുന്ന ചിലതൊക്കെ. പക്ഷേ അവളോടതിന് ദേഷ്യമൊന്നും തോന്നുന്നില്ല. ഓരോരുത്തരോടും സാഹചര്യം എന്താണെന്ന് അവർക്കല്ലേ അറിയും. പിന്നെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അങ്ങനെയെല്ലാം കരുതി വിടാനാണ് തനിക്കിഷ്ടം. വീണ്ടും പഴയതൊക്കെ കുത്തിപ്പൊക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ആശ ആലോചനയോടെ ഇരിക്കുന്ന നേരം കൊണ്ട് പൂജ ഇറങ്ങി വന്നിരുന്നു. മോളെ, മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൊരു ക്ലിപ്പിടാം, അതാ കുറച്ചുകൂടി ഭംഗി. പൂജ അവരെയൊന്ന് നോക്കിയിട്ട് മുടി പതിയെ ഒതുക്കി. മോൾക്ക് കൂടുതൽ ഭംഗി അതാട്ടോ. ഇഷ്ടമെന്നതിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലമ്മേ, കുഴപ്പമില്ല. ആരെങ്കിലും ഇങ്ങനെ പറയുമ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാകൂ നമുക്ക്. പൂജ പുഞ്ചിരിയോടെ പറഞ്ഞതും ആശയും അവളുടെ ചിരിയിൽ പങ്കുചേർന്നു. കുറച്ചു നേരം കൊണ്ട് രണ്ടാളും തമ്മിലൊരു അടുപ്പമുടലെടുത്തു. പൂജയ്ക്ക് താൽക്കാലികമായെങ്കിലും ഒരാശ്വാസമായിരുന്നു ആശയുടെ സംസാരവും കരുതലുമൊക്കെ. ഇനി പോകാം അമ്മേ. വാ. പൂജയും കൂട്ടി ആശ താഴേക്ക് നടന്നു. മതി ഗൗതം, ഇന്ന് നിൻ്റെ കല്യാണ രാത്രിയാണ്. ഉള്ളതൊക്കെ വലിച്ചു കയറ്റി പണിയുണ്ടാക്കരുത് നീ. ഗൗതം സ്ഥിരം കമ്പനിക്കാരുടെ കൂടെയായിരുന്ന കല്യാണത്തിൻ്റെ വെള്ളമടി പാർട്ടിയാണ്. അവരുറ്റ സുഹൃത്തുക്കൾ മാത്രം. വീടിന് കുറച്ച് മാറി പറമ്പിലിരുന്നാണ് പരിപാടി. ഇപ്പോൾ തന്നെ ഗൗതം കുറേ കുടിച്ചിട്ടുണ്ട്. സജിക്കാണ് കൂട്ടത്തിൽ ചെറിയ പേടിയുള്ളത്. ബാക്കിയെല്ലാം കണക്കാണ്. പിന്നെ ഒന്ന് പോടാ സജി, ഞാൻ ആദ്യമായിട്ടല്ലേ വെള്ളമടിക്കുന്നത്. ഉപദേശിക്കാൻ വന്നേക്കുന്നു. എനിക്കറിയാം വന്ന പോലെ തന്നെ തിരികെ പോകാൻ. അല്ല പിന്നെ. ഗൗതം പറയുന്നത് കേട്ട് അരുൺ അവനെ സപ്പോർട്ട് ചെയ്തതും സജി രണ്ടിനെയും കൂർപ്പിച്ചു നോക്കി. അങ്ങനെ അളിയൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊക്കെ എവിടെ നിന്നാണോ പെണ്ണ് കിട്ടുന്നത്? റിച്ചു പറയുന്നത് കേട്ട് ബാക്കിയുള്ളവരും ഇരുന്ന് ചിരിച്ചു. നീ ചിരിക്കണ്ട, നീ നേരത്തെ പെണ്ണിനെ കണ്ട് വെച്ചേക്കുമല്ലേ. പ്രേമമൂത്ത് ഒളിച്ചോടിയൊന്ന് പോയേക്കല്ലേ രണ്ടും. നമുക്കിവൻ്റെ കല്യാണം നടത്തിയ പോലെ അടിച്ചു പൊളിക്കാനുള്ളതാ. റിച്ചു പറഞ്ഞതും സജിയും ഗൗതവും അരുണിനെ നോക്കി ചിരിച്ചു. ഇവൻ പറഞ്ഞത് കേട്ടല്ലോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ. പറയാതെ ഒന്നും ചെയ്തേക്കരുത്. ഇല്ലേ, അല്ലേലും നീയൊക്കെ അറിയാതെ ഞാൻ എന്തേലും ചെയ്യുമോ? അരുൺ മൂവർക്കുമുള്ള മറുപടി പോലെ പറഞ്ഞതും അവരുടെയൊക്കെ മുഖമൊന്ന് തെളിഞ്ഞു. അവർ 4 പേരും അത്രയ്ക്ക് നല്ല സുഹൃത്തുക്കളാണ്. അതിൽ ഗൗതം മാത്രമേ കുറച്ചൊക്കെ രഹസ്യം സൂക്ഷിച്ച് ഇടപഴകാറുള്ളൂ. ബാക്കിയുള്ളവർ പക്ഷേ അങ്ങനെയല്ല. അവനോട് പറയാത്തതായി അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ലെന്ന് പറയാം. ഗൗതം പിന്നെ പണ്ട് മുതലേ അങ്ങനെ ആയതുകൊണ്ട് അവരത് കാര്യമാക്കാറില്ല. എപ്പോഴെങ്കിലും അവൻ്റെ മനസ്സിലുള്ളത് അവൻ പറയുമെന്ന് അവർക്കറിയാം. ഞാൻ മതിയാക്കുക, എല്ലാം കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് പൊക്കോണം. ഇവിടെ തന്നെ കിടന്നേക്കരുത്. ശരി രാജാവേ, പെട്ടെന്ന് പോയാട്ടെ. പെണ്ണുമ്പിള്ള അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഗൗതം പോകുന്നത് കണ്ട് പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും അവനത് കേട്ടതായി പോലും ഭാവിക്കാതെ മുന്നോട്ട് നടന്നു. മോളെ പൂജ, വീട്ടുകാരൊക്കെ വിളിച്ചോ? മോള് പോകുന്നതിൻ്റെ സങ്കടത്തിലായിരിക്കുമല്ലേ അച്ഛനും അമ്മയുമൊക്കെ? പൂജ അതിനൊന്ന് തലയാട്ടുക മാത്രം ചെയ്തു. ഒരു മേശയ്ക്ക് ചുറ്റും അടുത്ത ബന്ധുക്കളെന്ന് തോന്നുന്ന കുറച്ച് പേരിരിപ്പുണ്ട്. ചിലരുടെയൊക്കെ നോട്ടം കാണുമ്പോൾ തന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി പൂജയ്ക്ക്. തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്തതുപോലെയാണ് ചിലരൊക്കെ നോക്കുന്നത്. പൂജ അതൊന്നും കാര്യമാക്കാതെ കഴിപ്പിൽ മാത്രം ശ്രദ്ധ തിരിക്കുമ്പോഴും ചില സമയത്ത് പെട്ടെന്ന് കഴിച്ചൊന്ന് എണീറ്റ് പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആശ അടുത്തിരിക്കുന്നതായിരുന്നു ഒരു സമാധാനം. കുറച്ചു മുന്നേ വിളിച്ചതേ ഉള്ളൂ ചേച്ചി. ആദ്യമായി വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതല്ലേ, അതിൻ്റെ സങ്കടം 2 കൂട്ടർക്കുമുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മൾ പെണ്ണുങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയല്ലേ.
ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള പറിച്ചു നടൽ. ആശ പറയുന്നത് ശരിയെന്ന പോലെയായിരുന്നു എല്ലാവരുടെയും മുഖഭാവം. പൂജയ്ക്കെന്തോ വിഷമം തോന്നിയെങ്കിലും അവളത് ഉള്ളിലൊതുക്കി പെട്ടെന്ന് എണീറ്റു. ഇനിയും ഇവിടെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് കൈ കഴുകി മുകളിലേക്ക് പോയി. പോകും വഴി ആശയോട് മുറിയിലേക്ക് പോകുവാണെന്ന് കൂടി പറഞ്ഞിട്ടാണ് പോയത്. ആശ, നിന്റെ മരുമകൾ വന്നപ്പോൾ തന്നെ നിന്നെ കയ്യിലെടുക്കുവാണെന്ന് തോന്നുന്നല്ലോ. അതെന്നാ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എത്ര നാൾ കാണുമോ എന്തോ ഇങ്ങനെയൊക്കെ. തുടക്കത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നീടല്ലേ മാറുന്നത്. കളിയാക്കും പോലെ ബാക്കിയുള്ളവർ കൂടി ചേർന്നതും ആശ ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അവരൊക്കെ നാളെ പോകും. പിന്നെയും മുഖത്തോട് മുഖം കാണേണ്ടതാണ്. വീട്ടിൽ വന്നവരെ പിണക്കി വിട്ടെന്ന് ആരും പറയരുത് നാളെ. അതുകൊണ്ട് തന്നെ ആശ ഒന്നും മിണ്ടാൻ നിൽക്കാഞ്ഞത്. അവർ മറുപടി പറയാതിരുന്നതും ഒരു കുറ്റമായോ അഹങ്കാരമായോ ഒക്കെ മറ്റു ചിലരെടുക്കുകയും ചെയ്തു. ഗൗതം ആരും കാണാതെയാണ് പതിയെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയത്. ഇങ്ങനെ കണ്ടിട്ട് വേണം ഒരു ഉപദേശവുമായി പിന്നാലെ വന്ന് ഉള്ള നേരം കൂടി കളയാൻ. ഗൗതമിനെ കാണാത്തതൊക്കെ വന്നവരൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ കേട്ട് തന്നെയാണ് അവൻ മുകളിലേക്ക് കയറിയത്. ഇവറ്റകൾക്കൊന്നും വേറെ പണിയില്ലേ? അവനൊരു പുച്ഛത്തോടെ മുകളിലേക്ക് കയറി. ഏതു നിമിഷവും ചാരിക്കിടക്കുന്ന വാതിൽ തുറന്നവൻ അകത്തേക്ക് വരുമെന്നുള്ള ഭയത്തോടെ തന്നെയാണ് അവൾ ബെഡിലേക്കിരുന്നത്. കുറച്ചു മുന്നേ ഗൗതമിൻ്റെ അമ്മാവൻ്റെ മക്കളെന്ന് പറയുന്ന 2 പേര് വന്ന് ആദ്യ രാത്രിയാണെന്ന് പറഞ്ഞ് സാരിയൊക്കെ ഉടുപ്പിച്ചിരുത്തിയിട്ട് പോയതാണ്. എല്ലാം കൂടി കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. അതിൻ്റെ കൂടെ മേശപ്പുറത്തിരിക്കുന്ന പാല് കൂടി കാണുമ്പോൾ വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടെറിഞ്ഞ് പോകാനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇനി ഒന്നിനും കഴിയാത്ത അവസ്ഥയല്ലേ. പൂജ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിരുന്ന നേരം കൊണ്ടവൻ വാതിലും തുറന്ന് അകത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് അവനെ കണ്ടതും പൂജ ബെഡിൽ നിന്ന് എണീറ്റ് തറയിലേക്ക് ഇറങ്ങി നിന്നു. അവളുടെ ആകെ മൊത്തത്തിലുള്ള രൂപവും കോലവും കണ്ടവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ നോട്ടം കണ്ട് ഭലായ്മയോടെ അവൾ മറ്റൊങ്ങോ നോക്കി. അവൾക്ക് സത്യത്തിൽ ദേഷ്യമാണ് തോന്നിയത്. ഓ, ഭർത്താവിൻ്റെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കാൻ ഒരുങ്ങിക്കിട്ടി നിൽക്കുമായിരുന്നല്ലേ. കൊള്ളാം, കാണാനൊക്കെ ഒരു ചേലുണ്ട്. അവൻ്റെ വാക്കുകളിൽ വല്ലാത്ത പരിഹാസം നിറഞ്ഞു. സെറ്റ് സാരി, മുല്ലപ്പൂ അവളെ ചുറ്റി നടന്നാണ് അവൻ പറയുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല, ഇവിടെയുള്ള നിങ്ങളുടെ വീട്ടുകാരുടെ പണിയാണ്. ഷൂ. പൂജ പറഞ്ഞതും അവൻ തൻ്റെ ചുണ്ടിനുമേൽ വിരൽ വെച്ച് മിണ്ടരുന്ന് കാണിച്ചു. അവൻ്റെ ശ്വാസം മുഖത്തേക്ക് അടിച്ചതും അനിഷ്ടത്തോടെ അവൾ മുഖം മാറ്റി. മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അവൾക്ക് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നി. എന്താ നീ വിളിച്ചത്? എന്നെ നിങ്ങളോ? അവനൊരു പരിഹാസത്തോടെയാണ് പറഞ്ഞത്. ഇന്നത്തെ ദിവസം വിളിക്കാൻ പറ്റിയ പേര്. കൊള്ളാടി, ഈ ഒരുക്കം മാത്രമേ ഉള്ളൂ. നിന്റെ വായിൽ നിന്ന് വീഴുന്നത് കേട്ടാൽ നിന്റെ കൂടെ ഒരു ബെഡിൽ കിടക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് നിന്റെ. അല്ലെങ്കിൽ എന്നോടിങ്ങനെ സംസാരിക്കുമോ നീ? പൂജയവൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ അവനോട് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞോ എന്നെ കെട്ടാൻ? ഞാൻ കൊള്ളത്തില്ലാത്തൊരു പെണ്ണായിരുന്നേൽ എന്തിനെന്നെ കല്യാണം കഴിച്ചു? ഞാൻ മറ്റൊരാളുടെ ആണെന്നറിഞ്ഞിട്ടും എന്നെ കെട്ടി എൻ്റെ ജീവൻ നശിപ്പിച്ചത് ഗൗതം തന്നെയല്ലേ? എന്തേ അതിന് നിങ്ങൾക്ക് ഉത്തരമില്ലേ? അതേടി, നീ പറഞ്ഞത് ശരിയാ. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? കല്യാണം വരെയായ നിന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ വിടണമായിരുന്നു. എന്നിട്ട് ഈ കണ്ട നാട്ടുകാരുടെയൊക്കെ മുന്നിൽ എൻ്റെ പെണ്ണ് വേറെ ഒരുത്തിൻ്റെ കൂടെ പോയെന്ന് പറയണമായിരുന്നു. അവൻ പറയുന്നതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിന്നതല്ലാതെ അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ വല്ലാത്ത അമർഷം തോന്നി. എന്താടി, നിന്റെ വായിൽ നാക്കില്ലേ? എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ നീ ഇരുന്ന് കരയാനുള്ള കാര്യങ്ങളാകും എൻ്റെ വായിൽ നിന്ന് വീഴുന്നത്. നല്ല രീതിക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം. ഗൗതം എന്താണെന്ന് നിനക്കറിയില്ല. ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഇനി മുന്നോട്ടും എനിക്കറിയാം എന്തു വേണമെന്ന്. അതിന് നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. അവൻ്റെ ശക്തമായ വാക്കുകൾക്ക് മുന്നിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും മിണ്ടാതെ കയ്യിൽ കെട്ടിയൊരു ഷീറ്റും വിരിച്ച് നിലത്തേക്ക് കിടന്നു. മറുവശം ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നവളെ ഒരു നിമിഷം നോക്കിയിട്ട് അവനും ബെഡിലേക്ക് കിടന്നു. അവനറിയാം അവൾ ഉറങ്ങിയിട്ടില്ലെന്നും തൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ഇങ്ങനെയെന്ന്. അവനത് കാര്യമാക്കാതെ ബെഡിലേക്ക് തന്നെ കിടന്ന് ഉറങ്ങി. പൂജയ്ക്ക് പക്ഷേ ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഏറെ നാളുകളായി വേദനിച്ച് കഴിഞ്ഞ തനിക്ക് ഇനി അങ്ങോട്ട് വേദന മാത്രമാണുള്ളത് എന്നുള്ള സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. തലയണയിൽ മുഖം അമർത്തി കിടന്ന് കരയുമ്പോൾ അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ വേദനിച്ചു. ഇനി ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് ഒരു മടക്കമുണ്ടാകില്ലെന്നുള്ള സത്യം അവളെ അത്രമേൽ വേദനിപ്പിച്ചു. തുടരും.
അടുത്ത പാർട്ട് പെട്ടെന്നിടാം. വായിക്കുന്നവർ ദയവായിട്ട് കമൻറ്റ് ചെയ്യണം.